ഹലോ, ഇന്നൊരു താമരക്കുളം ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ്. പോട്ടിലേക്ക് എങ്ങനെയാണ് താമര പ്ലാന്റ് ചെയ്യുന്നതെന്നാണ് ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത്. അതിനായിട്ട് ഏകദേശം 2000 രൂപ വിലയുള്ള ഒരു പോട്ടാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അയ്യോ പോയി, നല്ല പേടി കേട്ടോ. ഏറ്റവും സ്നേഹം കേട്ടോ കോടി കൊണ്ടിരിക്കുന്നത്. ഇറക്കണ്ട അതിനത് അയച്ചു വിട്ട് വാങ്ങുമ്പോൾ മീൻ എടുത്തുണ്ടാ. അത് കരിയില കരിയില മണ്ണിലെ കമ്പോസ്റ്റ് കരിയിലെല്ലാം അതിനകത്ത് വാരി ഇട്ടിട്ട് എന്ത് കൊടുക്കാനാണ് ബാക്കി പറഞ്ഞു കൊടുക്കണം. ജൈവവളം മണം നന്നാക്കി ഇടല്ലേ. കോൺക്രീറ്റ് വേണം. ചിരിഞ്ഞോട്ട് നീക്കി വെക്കണ്ടായ പിള്ളേരെ. ഗേറ്റ് ഇവിടെ വന്ന് എടുത്തോ, നീ എടുത്തോ, നീ രണ്ട് മൂന്നെണ്ണം എടുത്തു. ഞാൻ സപ്പോർട്ട് ചെയ്യും. എന്റെ ഫാൻസ് ഇത് കണ്ടു കാണിച്ചാ പോരെ. അവിടെ പിടിച്ചിട്ട് കാണിക്കേണ്ടി എടുക്കാൻ. അയ്യേ, ഇത് കരയിലെ മണ്ണല്ല, നമ്മൾ വയലിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന ചെളിയും മണലോടെ കലർന്ന മണ്ണാണ്. അതെ, ചെളിക്കകത്തും കണ്ടത്തിലൊക്കെ പണിഞ്ഞു വന്ന ഫാമിലി. എന്തുവാ ഇതിനാണോ വളം? നല്ല വളമായി. പാർക്കലൊക്കെ പറയാൻ അപ്പുറത്തല്ലേ മണലും വരെയെടുക്കുക. കട്ടിയാകത്തില്ലല്ലോ. ആ, അത് ശരി. ഒരു വിര പോലും ഇല്ലെന്നുള്ളൂ. നീ വരവൊന്നുണ്ടല്ലോ ആവശ്യത്തിന്. ഇന്നലെ കണക്കളിച്ച് വരും. അത് വീഡിയോ എല്ലാവരും വീഡിയോ എടുക്കും. പുറകെ നോക്കടാ, നിന്റെ വീഡിയോ എടുക്കും. ഇത് നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ താമരപ്പൂവിൽ വാഴും ദേവിയല്ല. അത് അവര് കാണുന്നവരുണ്ടോ? എന്തോന്നാണ് ഈ രാത്രി പാവാട കൊടുത്തിട്ടത്? ആരും കൊണ്ടുപോയി വയനത്തിരിക്കുന്ന വെള്ളം ഒഴിക്കണ്ട, വേറെ വെള്ളം. താമരയുടെ ട്യൂബറാണ് നമ്മൾ നടുന്നത്. 2 ട്യൂബറുണ്ട്. ഇത് ക്ലീൻ ആക്കിയിട്ട് ഇത് അതിലേക്ക് നടും. കാക്കാ പൂച്ച കൊക്കരക്കോ ഫോൺ താഴെ ഇട്ടു. ആഹാ, ഉണ്ണിയുടെ മേളിൽ തന്നെ കാക്ക വായും പറഞ്ഞോണ്ടിരിക്കോ. തല കൊണ്ട് അടിച്ചാൽ പൊളിക്കണ്ടേ? അത് പോയി കണ്ട. എൻ്റെ ഒരു ഹൂറ കേട്ടപ്പോഴേ പോയി. എന്തിനാ ഉണ്ണിമാമ ഒളിപ്പിച്ചു വെക്കുന്നേ? അതിനകത്ത് തന്നെ വീണ് കേട്ടോ. എന്തിനാ ഉണ്ണിമാമ ഇത്രയും ചെളി? എന്നാ ഞാൻ സാധനം കൊടുത്തോണ്ട് വരട്ടെ. ചെടി പോലത്തുള്ള സാധനം നമ്മൾ കഴിഞ്ഞ വർഷം മീനകത്തിടാൻ മേടിച്ചേ, അതും കൂടെ എടുത്തോണ്ട് കൊടുത്താലോ? എങ്ങോട്ടാ? ഇത് കാണണം.
2 ട്യൂബർ ഉണ്ടായിരുന്നു, അത് 2 നട്ട് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് വെള്ളം നിറച്ച് കൊടുക്കാം. അപ്പോഴും നിറയായിരിക്കും. തെളിഞ്ഞിട്ട് മെയിനായിട്ടാണോ? അതിനകത്തോട്ട് ആ എക്കല് കയറുമോ? ആ ബസ്സിനകത്തോട്ട് അങ്ങോട്ട് കയറത്തില്ല, ഇങ്ങോട്ടല്ലേ. ഇത് സമ്മതിച്ചുള്ള മോട്ടറോ തിരിച്ചടി? ചെറിയ മരം പോലത്തെ പ്ലാസ്റ്റിക് കുറച്ചുകൂടെ അവിടെ കണ്ടോ ഒന്ന് വന്നോ? ഇവിടെ കണ്ടോ? ഇവിടെ പെട്ടെന്ന് മുടിഞ്ഞു, അവിടെ പെട്ടെന്ന് നല്ലതാ. മഴവെള്ളം നിറയുമ്പം വെള്ളം പോക്കോളൂ. മീൻ അതിന് സൈഡിൽ പോയിരുന്നു. ഒഴുക്കുള്ളിടത്തോടെ മീൻ വരത്തില്ല. ആ പായൽ ഇങ്ങോട്ട് നീക്കിട്ടെ ആദ്യ. ആ ഒരു പായൽ ഇങ്ങോട്ട് നീക്കിറി. അതെ, വെള്ളം കിടക്കറങ്ങുന്നതാണ്. അങ്ങനെ എടു. ഒഴിച്ചു പോലെ മതി, അത് എൻ്റെ സമയം കഴിഞ്ഞതാ. അതാ, അത് തന്നെ അറിയാം. നട്ട് വെള്ളം നിറച്ച് കഴിഞ്ഞപ്പോഴത്തെ ഒരു അവസ്ഥ ഇതാണ്. ഒരു ഫൈനൽ സ്റ്റേജ്. മാസങ്ങൾക്ക് ശേഷമുള്ള ഒരു വ്യൂ ആണിത്. ഈ അവസ്ഥയിലെത്തിയിട്ടുണ്ട് ഇപ്പോൾ. ആദ്യത്തെ മൊട്ടാണ്, നന്നായി നിൽപ്പുണ്ട്. അതിന് ശേഷമുള്ള ഫൈനൽ ലുക്കാണിത്. ഫുള്ള് വിരിഞ്ഞ് കഴിഞ്ഞിട്ടുള്ള വ്യൂ ആണിത്. അടിപൊളിയായിട്ടില്ലേ? സൂപ്പറല്ലേ?